ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. സാധാരണയായിട്ട് മുട്ട കഴിക്കാത്തവർ കാണുമല്ലോ. കേക്കിന് മിക്കവാറും മുട്ട ചേർത്താണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ മുട്ട കഴിക്കാത്തവർക്കും അതുപോലെ തന്നെ ഓവൻ ഇല്ലല്ലോ, എങ്ങനെയാണ് ഒരു കേക്ക് ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു റെസിപ്പിയാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ കാണിക്കുന്ന ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദയിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുടഞ്ഞെടുത്തിരിക്കുന്നതാണ്. അരിപ്പയ്ക്കകത്ത് അരിച്ച് അതിനുശേഷം ഞാൻ ഇതിനകത്ത് 3 സ്പൂണ് പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഷുഗറാണ്. ഷുഗർ നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ചെടുക്കാം. ഒരു 1/2 കപ്പോളം, നല്ല മധുരം വേണ്ടിയവർക്ക് 1/2 കപ്പ് ഷുഗർ ചേർക്കാം. അധികം മധുരം വേണ്ടാന്നുള്ളവർക്ക് ഒരു 1/2 കപ്പ് തികച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു 1/4 കപ്പും കുറച്ചുകൂടെ എടുത്തിട്ടുള്ളൂ. പിന്നെ അത് ഞാൻ പൊടിച്ചെടുത്തതിന്റെ കാര്യം നിങ്ങളിപ്പം പൊടിക്കണമെന്നില്ല. ഞാൻ പൊടിച്ചെടുത്തത് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇത്രയും കൂടി ഇതിന്റെ കൂടെ ഒന്ന് പൊടിക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഷുഗർ ഒന്ന് പൊടിച്ചെടുത്തു. നിങ്ങളുടെ ഏകദേശം ഇപ്പൊ ഗ്രാമ്പൂ, ഏലക്കായും പട്ടയൊക്കെ പൊടിച്ചതുണ്ടെങ്കിൽ ഷുഗർ പൊടിക്കേണ്ട കാര്യമില്ല. ഞാൻ 2 ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് പട്ട, ഒരു വലിയ ഏലക്ക ഇത്ര എടുത്താണ് പൊടിച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യമെങ്കിൽ ചേർക്കാൻ വേണ്ടി 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലുണ്ട്. ഒരു 1/2 കപ്പ് ഉരുക്കിയ നെയ്യ് വേണം. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇതേപോലെ ഞാൻ വൈനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് ഞാൻ ഉണക്കമുന്തിരി, ഈന്തപ്പഴം, ചെറി, കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി, പിന്നെ ഓറഞ്ചിന്റെ തൊലി ഉണ്ടല്ലോ അതൊന്ന് വിളയിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് ഉരുകി വരണം. ഒരുപാടങ്ങ് ഫ്ലെയിം കൂട്ടി വെച്ച് പഞ്ചസാര ഉരുക്കി എടുക്കണ്ട കേട്ടോ. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചാൽ മതി. ഇതാ ഇതേപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് കൊടുക്കും. ഡ്രൈ ഫ്രൂട്ട്സ് തണുത്തിരിക്കുന്നതല്ലേ, അത് ഈ പഞ്ചസാര പാനിലോട്ട് ഇട്ട് കഴിയുമ്പോൾ അത് ഇച്ചിരി കട്ടി പോലെ വരും. എന്താ ഇതേപോലെ. അത് സാരമില്ല, ഇതെല്ലാം കൂടി ചൂടായി കഴിയുമ്പോൾ അത് ശരിയായിക്കോളുവേ. ഫ്ലെയിം കുറച്ച് തന്നെയാണ് വെച്ചേക്കുന്നത്. ഒരുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുവാണേ. ഉരുക്കിയ നെയ്യാണേ. 1/2 കപ്പ് നെയ്യ് മതി. കണ്ടോ, ഇപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ അത് ഒരുപാട് അങ്ങ് കട്ടിയായിട്ടാണെങ്കിൽ മാത്രം പാലൊഴിച്ചു കൊടുത്താൽ മതിയേ. ഇതിനെ ഒന്ന് തണുത്ത് വരട്ടെ. ഇതിപ്പോ തണുത്ത് വന്നിട്ടുണ്ടേ. കണ്ടോ, ഇത്രയും കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാല് കുറച്ചൊഴിച്ചു കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, ഞാൻ ഇതിനകത്ത് മുട്ട ചേർത്തിട്ടില്ല കേട്ടോ. ചിലര് മുട്ട കൂട്ടാത്തവര് കാണും. അതുമല്ല ഓവൻ ഒന്നും ഇല്ലല്ലോ, എങ്ങനെയാ കേക്ക് ഉണ്ടാക്കുന്നത് എന്ന് കണ്ട് വിചാരിച്ചൊന്നും ഇരിക്കണ്ട. അങ്ങനെയുള്ളവർക്കൊക്കെ എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചെറുതായിട്ട് മുറിച്ചതാണ്, അതുകൂടെ. ഇനി കുറേശ്ശെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ചേർത്താൽ മതിയേ. കരി ഇതിനകത്ത് ശരിക്കും മിക്സായി വരണം. ബാക്കി പാലും കൂടെ കുറച്ചൊഴിച്ചു കൊടുക്കുവാണേ. ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ ആ ഷുഗർ സിറപ്പ് ഒക്കെ ഒന്ന് തണുത്ത് വന്നപ്പോൾ ഞാൻ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിരുന്നേ. അതിന്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി. എല്ലാം ഇപ്പം നല്ലതുപോലെ മിക്സ് ആയി വന്നിട്ടുണ്ടേ. കണ്ട, ഞാനിവിടെ ഒരു കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്, ഓവനിലൊന്നും അല്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ഓവൻ ഒന്നും ഇല്ലാന്ന് കണ്ട് ആരും കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമില്ല. ഈ കുക്കറിനുള്ളിൽ ഞാൻ കുറച്ച് ബട്ടർ തേച്ചിരുന്നു. അതിന് മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അതായത് ഒരു 5 മിനിറ്റോളം ഇത് ഇങ്ങനെ തന്നെ വെച്ചൊന്ന് ചൂടാക്കണം. അതുപോലെ അതിന്റെ അടപ്പിന്റെ വാഷർ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ വിസിലും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ വെക്കാവൂ, വാഷർ വെച്ച് വെക്കല്ലേ നിങ്ങൾ കേട്ടോ. ഇനി ഒന്ന് ചൂടായി വന്നോട്ടെ.
ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ചൂടാക്കേണ്ടി ഒരു ഇരുമ്പിന്റെ തവയാണ്. നിങ്ങളുടെ ഇരുമ്പ് തവ ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്കിന്റെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന തവയായാലും മതിയേ. എൻ്റെ ഈ കുക്കറിന്റെ അടിഭാഗം ശരിക്കും ഇതിനകത്ത് മുട്ടുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ അതിന്റെ സെൻട്രൽ ഭാഗം കരിയാനും ചാൻസ് ഉണ്ട്. കാര്യം കുക്കർ ഇതാ ഇങ്ങനെ നമ്മൾ സ്റ്റൗവിൽ വെച്ചായിരിക്കും അതിന്റെ നടുഭാഗം മാത്രമേ ഇപ്പം മുട്ടുന്നുള്ളൂ. ഇനി തീരെ കുറച്ച് ഫ്ലെയിം വെക്കണേ. അതിനുശേഷം നമ്മുടെ ഈ കേക്കിന്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ടൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇത് ലൂസ് ആക്കാം കേട്ടോ. ആദ്യം നമ്മൾ പാലൊഴിച്ചപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഒഴിച്ചാൽ മതിയായിരുന്നു ആ ഷുഗർ സിറപ്പിലോട്ട്. ഞാൻ അന്നേരം അധികം ഒഴിച്ചില്ല. ഇനി ഇത് അടച്ചു വെച്ചേക്കാം. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി കേട്ടോ. അത്ര നേരം ഇങ്ങനെ ഇരിക്കട്ടെ. ചൂട് തീരെ കുറവാണ്. തവയുടെ മുകളിലാണ് നമ്മൾ കുക്കർ വെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇരുന്നോട്ടെ. ഇപ്പം ഇത് 25 മിനിറ്റ് ആയേ. ഒന്ന് തുറന്നു നോക്കാം. കറക്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, കുക്കറിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആകണ്ടോ. 2 പ്രാവശ്യം പാത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടപ്പോഴേ ഇതിന്റെ മുകൾ ഭാഗം കണ്ടോ കുറച്ച് പൊട്ടാൻ തുടങ്ങി. നല്ല സോഫ്റ്റ്. പിന്നെ സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോ ഇത് കുറച്ചുകൂടെ പൊങ്ങി വരുന്നതായിരുന്നേ. ഇപ്രാവശ്യം അത്രയും പൊങ്ങി വന്നിട്ടില്ല. കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പൊ നമുക്ക് ഓവനും മുട്ടയും ഒന്നും വേണമെന്നില്ല. കേക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതേ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടു എന്ന രീതിയിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് നോക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.